ഇത്ര കഷ്ടപ്പെട്ട് തിരക്ക് പിടിച്ച് ഈ ആൾക്കാർ എവിടേക്കാണ് പോകുന്നത്? അല്പം കഠിനമാണ് ഈ യാത്ര. ഇതാണ് അമ്പുകുത്തി മലയുടെ മുകളിലേക്കുള്ള കയറ്റം. ഇതിന് മുകളിലേക്ക് കയറുവാൻ നല്ല തിരക്കാണ് ഇവിടെ. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ചെറിയൊരു പാറയിടുക്കിലൂടെയാണ് മുകളിലേക്കുള്ള കയറ്റം. കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് എടയ്ക്കൽ ഗുഹയെന്ന്. പക്ഷേ ഇനിയാണ് ശരിക്കുള്ള കയറ്റം തുടങ്ങുന്നത്. 2 ഗുഹകൾ ചേരുന്നതാണ് എടയ്ക്കൽ ഗുഹ. ഇതിപ്പോൾ താഴത്തെ ഗുഹയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ശരിക്കുള്ള എടയ്ക്കൽ ഗുഹയുള്ളത്. അമ്പുകുത്തി മലയുടെ മുകളിലെ വലിയ പാറയിൽ രൂപപ്പെട്ട ഒരു വിള്ളൽ, ആ വിള്ളലിന് മുകളിലേക്ക് മറ്റൊരു വലിയ പാറ വന്ന് വീണ് രൂപപ്പെട്ടതാണ് എടയ്ക്കൽ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000-ഓളം അടി ഉയരത്തിലാണ് അമ്പുകുത്തി മലയിലെ പ്രകൃതിദത്തമായ ഈ ഗുഹയുള്ളത്. എടയ്ക്കൽ ഗുഹയുടെ മുകളിലേക്ക് എത്തുവാൻ കുത്തനെയുള്ള 300 പടികൾ കയറണം. 1901-ൽ മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്ര രചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടയ്ക്കൽ ഗുഹകളെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ആദിവാസികളായ മുള്ളുക്കുറുമരുടെയും പണിയരുടെയും സഹായത്തോടെ കാട് വെട്ടി വഴിയുണ്ടാക്കിയാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. തോട്ടങ്ങൾക്കും വന്യജീവികൾക്കും വെള്ളച്ചാട്ടങ്ങൾക്കും ചരിത്ര പ്രാധാന്യമുള്ള ഗുഹകൾക്കും പേരുകേട്ട നാടാണ് വയനാട്. കുറച്ച് പ്രായമുള്ള ആളുകൾ ഈ പടികൾ കയറുവാൻ നന്നേ കഷ്ടപ്പെടും. 6000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത് അതിശയകരമാണ്. ശിലായുഗ കാലഘട്ടത്തിലെ ചരിത്രശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുള്ള ദക്ഷിണേന്ത്യയിലെ അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലെ എടയ്ക്കൽ ഗുഹകൾ. ചരിത്രകാരന്മാർക്കും പ്രകൃതി സ്നേഹികൾക്കും ഗവേഷകർക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് എടയ്ക്കൽ ഗുഹകൾ. ഭൂകമ്പത്തിൻ്റെ ഫലമായാണ് ഈ ഗുഹകൾ രൂപപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കുത്തനെയുള്ള പടികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ എടയ്ക്കലിലെ പ്രധാന ഗുഹയുടെ പ്രവേശന കവാടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ കുറച്ച് നിരപ്പായ സ്ഥലമുണ്ട്. ഇനി കുറച്ച് വിശ്രമിക്കാം. പടികൾ കയറി വരുന്നവർ ഇവിടെ കുറച്ച് സമയം വിശ്രമിച്ചതിന് ശേഷമാണ് പ്രധാന ഗുഹയിലേക്ക് ഇറങ്ങുന്നത്. പ്രാചീന ശിലായുഗത്തിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ള അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് എടയ്ക്കൽ ഗുഹ. നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയിലേക്ക് വെളിച്ചം വീശുന്ന വിലപ്പെട്ട അറിവുകളാണ് ഇവിടുത്തെ പാറകളിൽ കോറിയിട്ടിരിക്കുന്നത്. ഇടയിലെ കല്ല് എന്ന പേരിൽ നിന്നാണ് എടയ്ക്കൽ എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പുറത്ത് നല്ല ചൂടുള്ളപ്പോഴും ഈ ഗുഹയ്ക്കുള്ളിൽ നല്ല തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ പാറകളിലെ കൊത്തുപണികളിലെ വ്യത്യസ്തത പല കാലങ്ങളിൽ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്നതിന് തെളിവായാണ് ചരിത്രകാരന്മാർ പറയുന്നത്. വയനാട്ടിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ചരിത്രപ്രസിദ്ധമായ അമ്പുകുത്തി മല. നവീന ശിലായുഗ സംസ്കാരത്തിൻ്റെ നിരവധി തെളിവുകൾ വയനാടൻ മലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എടയ്ക്കൽ ഗുഹകൾക്കടുത്തുള്ള കുപ്പക്കൊല്ലി, 1000 കൊല്ലി എന്നിവിടങ്ങളിൽ നിന്ന് ചെറുശിലായുഗത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വെള്ളാരം കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഈ പ്രദേശമുള്ളത്. എടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ ലോക പൈതൃകത്തിൻ്റെ വിലമതിക്കാനാവാത്ത തെളിവുകളാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെ നെന്മേനി പഞ്ചായത്തിൽ അമ്പലവയലിന് സമീപമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലാണ് ചരിത്രപ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹകൾ. വാഹനം പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു വേണം അമ്പുകുത്തി മലയുടെ അടിവാരത്തേക്ക് എത്താൻ. മുതിർന്നവർക്ക് 50 രൂപയും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന പാസ്. മലയുടെ അടിവാരത്താണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. മല കയറുന്നവർ കുടിക്കുവാനുള്ള വെള്ളവും മറ്റും കരുതേണ്ടതാണ്. ചരിത്രമുറങ്ങുന്ന എടയ്ക്കലിൽ നിന്നും താഴെ ഇറങ്ങി അടുത്തതായി എടയ്ക്കലിന് ഏറ്റവും അടുത്തുള്ള കാരാപ്പുഴ ഡാമിലേക്കാണ് അടുത്ത യാത്ര. കബനി നദിയുടെ പോഷക നദിയായ കാരാപ്പുഴ നദിയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചിട്ടുള്ള ഒരു എർത്ത് ഡാമാണ് കാരാപ്പുഴ. ബാണാസുര സാഗർ കഴിഞ്ഞാൽ വയനാട് ജില്ലയിലെ മണ്ണോട് നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഡാമാണ് കാരാപ്പുഴ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. അഡ്വഞ്ചർ പാർക്കാണ് കാരാപ്പുഴ ഡാമിൻ്റെ മുഖ്യ ആകർഷണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈനാണ് കാരാപ്പുഴ ഡാമിലേത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം ഇവിടുത്തെ സ്പേസ് ടവറാണ്. കുറുമ്പാല കോട്ട. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധസമയത്ത് ഈ കുന്നിൻ മുകളിൽ സൈന്യത്തെ ഒരു കോട്ട പോലെ വിന്യസിച്ചിരുന്നതായും അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കോട്ട കൂട്ടി പേര് വന്നതും എന്നും പറയപ്പെടുന്നു.
വയനാടിൻ്റെ മനോഹരമായ ഒരു കാഴ്ച ലഭിക്കുന്ന സ്ഥലമാണ് കുറുമ്പാലക്കോട്ട. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴേക്കും മുടൽമഞ്ഞ് നിറഞ്ഞതിനാൽ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. മഞ്ഞ് മാറാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. ഏറെ നേരം കാത്തു നിന്നെങ്കിലും മഞ്ഞ് മാറിയില്ല. ഇവിടെ വന്നവരെല്ലാം നിരാശരായിട്ടാണ് മടങ്ങിയത്. ബാണാസുര സാഗർ ഡാം മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാമുമാണ് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാം. ബാണാസുര ഡാമിനോട് ചേർന്ന് തന്നെയാണ് ബാണാസുര ഡാം പാർക്കുള്ളത്. കുട്ടികളുടെ പാർക്കാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വയനാടിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല.